ഏത് സാഹചര്യത്തിലും നമ്മൾ എന്തൊക്കെയോ ഒരു സ്പെഷ്യൽ ആണ് എന്ന് വരുത്തി തീർക്കാനാണ് ഇസ്ലാം മത മൗലികവാദികളും ഈ പുരോഹിത സംഘടനകളും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാണ്, മറ്റു മതവിഭാഗങ്ങളെ പോലെ അല്ല തങ്ങൾ. നമ്മളുടെ ആശയങ്ങൾ, നമ്മളുടെ വിശ്വാസങ്ങൾ, നമ്മുടെ അനുഷ്ഠാനങ്ങൾ, നമ്മുടെ പ്രസ്താവനകൾ ഇതെല്ലാം തികച്ചും മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മൾ എന്തോ കൊമ്പും തുമ്പിക്കയും ഒക്കെയുള്ള ആളുകളാണ്. ഇന്ത്യ മഹാരാജ്യത്ത് മറ്റുള്ളവരെ ജീവിക്കുന്നത് പോലെയുള്ള നിയമങ്ങളൊന്നും അനുസരിച്ച് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള 6-ാം നൂറ്റാണ്ടിന്റെ ഒരു നിയമമുണ്ട്. അത് ഇന്നലെ വരെ ഞങ്ങൾ മാത്രമാണ് അംഗീകരിച്ച് ജീവിച്ചിരുന്നത്. ഇന്നു മുതൽ നിങ്ങളും അത് തന്നെ അംഗീകരിച്ചു പോകണം. ഈ ഒരു വാദവുമായി ഇന്ന് രംഗത്തിറങ്ങിയാൽ നടക്കുന്ന കാര്യമാണോ? പറഞ്ഞു വരുന്നത് സൂംബ വിവാദത്തിന്റെ പശ്ചാത്തലത്തെ സംബന്ധിച്ച് തന്നെയാണ്. ഒരുപാട് ആളുകൾ ഇതിനെ സംബന്ധിച്ച് വ്യക്തമായി ഇവർക്ക് ധാരണയുണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചില ചാനലുകളിൽ നടക്കുന്ന ചർച്ചകൾ കണ്ടില്ലേ? പുരോഹിതന്മാരും സംഘടനാ നേതാക്കളും ഒക്കെ ഉന്നയിക്കുന്ന ന്യായവാദങ്ങൾ കേട്ടാൽ ചത്ത് കിടക്കുന്നവൻ പോലും എഴുന്നേറ്റ് നിന്ന് അടിക്കുമെന്നുള്ള രൂപത്തിലാണ്. സ്കൂളിൽ കുട്ടികൾ നൃത്തം ചെയ്താൽ ഏത് സദാചാരമാണ് ഇടിഞ്ഞു നിലംപൊത്താൻ പോകുന്നത്? ഞങ്ങളുടെ മതം തന്നെ തകർന്നു പോകുമെന്നും അള്ളാഹുവിന്റെ സിംഹാസനം ഇടിഞ്ഞു നിലംപതിക്കുമെന്നുമാണ് ചില ആളുകളുടെ സംസാരം കേട്ടാൽ നമുക്ക് തോന്നുന്നത്. എന്തിനാ ഇവരിങ്ങനെ വെപ്രാളപ്പെടുന്നത്? കുട്ടികളുടെ സ്പോർട്സ് പീരീഡിനും എതിരായിട്ട് ഇവരിനെയും തുടങ്ങുമല്ലോ. കേരളത്തിലെ മതസംഘടനകൾക്ക് കീഴിലാണോ കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവനും? മുസ്ലിങ്ങളുടെ മുഴുവൻ അട്ടിപ്പേർ അവകാശവും ഈ സംഘടനാ നേതാക്കളുടെ കൈകളിലാണോ? അതോ കേരളത്തിന്റെ ഭരണം പിന്നിൽ നിന്ന് ചരട് വലിക്കുന്നത് ഇവരാണോ? മുസ്ലിങ്ങൾ ഒരിക്കലും നവോത്ഥാനത്തിലേക്ക് വരരുത്. പരിഷ്കരണ നടപടികൾക്ക് ഒരിക്കലും അവർ വിധേയരാകരുത്. അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ പോലും താടിയും തലപ്പാവും വച്ച ഞങ്ങളോട് ആലോചിച്ച അനുവാദം തേടിയിട്ടേ ആ രൂപത്തിൽ ഒരു നിയമം പാസ്സാക്കാൻ പാടുള്ളൂ എന്ന രൂപത്തിൽ ഒരു തമാശ പ്രതികരണങ്ങളുമായിട്ടാണ് ചില സംഘടനാ മേധാവികൾ ചാനലുകളിൽ വന്നിരുന്ന വളവളാന്ന് അടിക്കുന്നത്. കേരളത്തിലെ മുസ്ലിം സംഘടനകളാണോ കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളെയും നിയന്ത്രിക്കുന്നത്? അവർക്ക് വഴിപ്പെട്ട് ജീവിക്കാമെന്ന്, അവരുടെ തിട്ടൂരങ്ങൾക്കനുസരിച്ചിട്ട് മുന്നോട്ട് പോകാമെന്ന് മുസ്ലിങ്ങൾ മുഴുവനും അട്ടിപ്പേർ അവകാശം അവരെ ഏൽപ്പിച്ചിട്ട് മാറ്റി നിൽക്കുകയാണ് എന്ന ധാരണയിലാണ് ഇവർ സംസാരിക്കുന്നതൊക്കെ. രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ഒക്കെ ഈ സംഘടനകൾക്കും നേതാക്കൾക്കുമൊക്കെ ആവശ്യത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണോ ഇതിന്റെ കാരണം എന്നതൊന്ന് ചിന്തിക്കണം. കേരളത്തിലെ മതസംഘടനകൾക്ക് മുസ്ലിം സാമൂഹിക ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. 2011 സെൻസസ് അനുസരിച്ച് കേരളത്തിലെ 8.87 മില്യൺ, അതായത് ജനസംഖ്യയുടെ 26.56% മുസ്ലിങ്ങൾ ഉണ്ട് എന്നാണ് കണക്ക്. ഇപ്പോഴത് 9 മില്യണെങ്കിലും ആയിട്ടുണ്ടാകാനേ സാധ്യതയുള്ളൂ. കേരളത്തിലെ എല്ലാ മുസ്ലിം മതസംഘടനകളുടെയും അംഗസംഖ്യ കൂട്ടിയാൽ ഇതിന്റെ 1/4 പോലും ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം. കേരളത്തിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള മതസംഘടനകൾ സമസ്ത 3 എണ്ണമുണ്ട്. പിന്നെ എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് കണ്ടു തന്നെ അറിയണം. മുജാഹിദുകൾ എണ്ണിയാലൊടുങ്ങാത്ത സംഘടനകളുണ്ട്. ജമിയത്തുൽ ഉലമ ദക്ഷിണ കേരളയുടെ എത്രയോ ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ്, തൗഹീദ്, അഹ്ലെ ഖുർആൻ, അഹ്ലെ ജമാഅത്ത്, അഹമ്മദിയാക്കൾ എന്നു വേണ്ട ഇതിലൊക്കെ പെടാത്ത ഒരുപാട് ഗ്രൂപ്പുകൾ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി പോലെ നിരവധി വേറെയുമുണ്ട്. മുഖ്യധാര മുസ്ലിങ്ങൾ അംഗീകരിക്കാത്ത സംഘടനകൾ വേറെയുണ്ട്. അഹമ്മദിയാക്കൾ പോലെ, അഹ്ലെ ഖുർആൻ പോലെ, അഹ്ലെ ഹദീസ് പോലെയൊക്കെയുള്ള ആളുകൾ. ഇവരുടെ ഒക്കെ അടിസ്ഥാന വിശ്വാസവും ആരാധനാ രീതികളും ചെറുതിലും വലുതിലും ഒക്കെ വ്യത്യാസമുണ്ട്. ഒരുപാട് ഭിന്നതകൾ പുലർത്തുന്നുണ്ട്. കേവലം സംഘടനാപരമായിട്ടുള്ള ഭിന്നിപ്പുകൾ കൊണ്ട് വേറിട്ട് നിൽക്കുന്നവ വേറെയുണ്ട്. ഈ സംഘടനകൾക്കെല്ലാം കൂടി 20 ലക്ഷം മെമ്പർഷിപ്പ് ഉണ്ടാകുമോ എന്നത് കണ്ടറിയണം. ചിലപ്പോൾ അതിന്റെ 1/4 പോലും ഉണ്ടാകില്ല. 20 ലക്ഷം കണക്കാക്കിയാൽ പോലും അതിന്റെ 98% പുറത്തു നിൽക്കുക. ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നാലും മുജാഹിദായിരുന്നാലും പേരിനെങ്കിലും സ്ത്രീകൾക്ക് മെമ്പർഷിപ്പ് നൽകുന്ന സംഘടന ഇവർ 2 പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ SDPIക്കാർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അതെ, എന്താണ് അവർക്ക് വുമൻസിന് പ്രത്യേകിച്ചൊരു സംഘടനയുണ്ട്. ഇതിലൊന്നും സ്ത്രീകളുണ്ടോ? എത്ര സംഘടനകളിൽ ആ സ്ത്രീകളുള്ളത്? ഇനി 20 ലക്ഷം മെമ്പർമാരെ എടുത്താൽ പോലും അതിന്റെ 75% മലബാർ മേഖലകളല്ലേ. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ഒഴികെ മറ്റെല്ലാത്തിന്റെയും സ്ഥാനം കോഴിക്കോടാണല്ലോ. ആ സ്ഥാനം
മിക്ക സംഘടനകൾക്കും മലബാറിന് പുറത്ത് നാമമാത്രമായിട്ടുള്ള ശാഖകളുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പുരുഷന്മാർ ഇതിനകത്ത് നിൽക്കുമ്പോൾ സ്ത്രീകൾ ഇവിടെ നിൽക്കും. അതായത് ഈ മതസംഘടനകൾ കേരള മുസ്ലിങ്ങളുടെ മൊത്തം ഏജൻസി ചമയുന്നത് വലിയ വായിൽ അവകാശവാദം ഇവരുന്നയിക്കുമ്പോൾ അത് പൊട്ടത്തരമാണ് എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. പാരമ്പര്യവാദികളായിട്ടുള്ള സമസ്ത സുന്നികൾക്ക് മുജാഹിദും ജമാഅത്തുകാരും ഒക്കെ അംഗീകരിക്കപ്പെട്ടവരാണോ? അവർ പുത്തൻവാദികളല്ലേ? അവരെ കണ്ടാൽ കണ്ടെത്തിയിടത്ത് വെച്ച് പിരടിക്ക് വെട്ടാൻ പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. അവരെയൊക്കെ കടക്ക് പുറത്ത് എന്ന് പറയണമെന്നാണ് ഇപ്പോഴും മൗലവിമാര് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിഴച്ചവരെന്ന് അവരെ പറയുന്നത് പോലും. അവരുടെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയണമെന്നാണ് ഇതര മുസ്ലിം സംഘടനാ വിഭാഗങ്ങൾ പോലും വാദിക്കുന്നത്. അങ്ങനെ ഇവർക്കിടയിൽ തന്നെ തർക്കങ്ങൾ മൂർച്ഛിച്ചു നിൽക്കുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് യഥാർത്ഥത്തിൽ ഇസ്ലാമിന് പുറത്തു പോയവരെന്നല്ല ഇവർ പറയുന്നത്. സുന്നികൾ പറയുന്നത് അവർ മാത്രമാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ, മറ്റുള്ളവരൊക്കെ പുറത്താണ്. ജമാഅത്ത് ഇസ്ലാമിയും അത് തന്നെ പറയുന്നു, അവർ മാത്രം ശരി. മുജാഹിദുകാരും അത് തന്നെ പറയുന്നു. അങ്ങനെ പറയുമ്പോൾ പ്രാർത്ഥനകളെ പോലും മറ്റുള്ള ഇതര വിഭാഗങ്ങളെ ഉൾപ്പെടുത്തരുത് എന്ന് പറയുന്ന ഇവർ പരസ്പരം കണ്ടാൽ സലാം പറയരുത്, അഭിവാദ്യം ചെയ്യരുത്, അവരുടെ മയ്യത്ത് പോലും സംസ്കരിക്കുന്നതിൽ നിൽക്കരുത് എന്ന് വാദിക്കുന്നിടത്തോളം കാലം ആ വിഷയത്തിൽ പോലും തീവ്രത പുലർത്തുന്ന ഇവർ ഏത് വിഭാഗത്തിന്റെയാണ് അട്ടിപ്പേറവകാശം എടുക്കുന്നത്? ഈ മതസംഘടനകൾ ആകെ കൂടി ഐക്യപ്പെടുന്നത് സ്ത്രീകളുടെ അവകാശവാദങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിലല്ലേ? അല്ലേ? പുരുഷ മേൽക്കോയ്മയെ ചോദ്യം ചെയ്യുമ്പോൾ ഇവരൊക്കെ എവിടെ പോയി നിൽക്കും? ജെൻഡർ ന്യൂട്രാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വിവാദം വന്നപ്പോൾ ഹിജാബ് വിവാദം, മുത്തലാഖ് വിവാദം, സ്ത്രീകളുടെ വിവാഹപ്രായം, ബഹുഭാര്യത്വം തുടങ്ങിയ വിഷയങ്ങൾക്കൊക്കെ ഇവരെവിടെയാ നിന്നത്? അതായത് സ്ത്രീകൾക്ക് സാമൂഹിക പങ്കാളിത്തം നൽകാൻ സഹായിക്കുന്ന, സ്ത്രീകൾക്ക് ഏതെങ്കിലും രൂപത്തിൽ വിസിബിലിറ്റി നൽകുന്ന ഏതെങ്കിലും നീക്കങ്ങൾ ഉണ്ടായാൽ ഈ മതസംഘടനകൾ സടകുടഞ്ഞെഴുന്നേറ്റ് മുസ്ലിങ്ങളുടെ അട്ടിപ്പേർ അവകാശം ഞങ്ങളുടെ കയ്യിലാണ് എന്ന രൂപത്തിൽ ഇടകലരരുത്, പെണ്ണ് വേദിയിൽ കയറരുത്, പെണ്ണ് ലിപ്സ്റ്റിക് ഇടരുത്, പെണ്ണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത്, പെണ്ണ് ശബ്ദം ഉയർത്തരുത്, പെണ്ണ് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം മുഴക്കരുത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ മുസ്ലിങ്ങളുടെ സദാചാരം തകർക്കുമെന്ന് തന്നെയല്ലേ ഇവർ ഇതുവരെ നിലവിളിച്ചു വന്നിട്ടുള്ളത്. എന്നിട്ട് ഇവരെന്ത് ചെയ്യും? മുസ്ലിം ഐക്യവേദി ഉണ്ടാക്കും. ആ വിവാദം കെട്ടടങ്ങി കഴിഞ്ഞാൽ അടുത്തത് ഇവർ തന്നെ പൊക്കിക്കൊണ്ടുവരും. മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷവും ഈ മതസംഘടനകളുടെ അറുവഷളൻ അഭിപ്രായങ്ങളുമായിട്ട് യോജിക്കുന്നവരല്ല. വിദ്യാഭ്യാസം നേടിയ, പൊതുബോധം നേടിയ, ലോകമൂല്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള, യുക്തിബോധവും തീക്ഷ്ണാശാലികളുമായിട്ടുള്ള, പ്രായോഗിക ചിന്തയുള്ള പുതിയ ഒരു തലമുറ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ മാറി ചിന്തിക്കുന്നു. ഇൻസ്റ്റഗ്രാമിൽ പോയി നോക്ക്, യൂട്യൂബിൽ നോക്ക്, സ്മ്യൂള് പോലെയുള്ള ആപ്പുകളിൽ നോക്ക്. ജീവിതം അവർ ആസ്വദിക്കുകയാണ് പൂർണ്ണമായും. അവരുടെ അഭിപ്രായങ്ങൾ നിർഭയത്വത്തോടു കൂടി തുറന്നു പറയുകയാണ് അവർ ആടുന്നു, പാടുന്നു, വരയ്ക്കുന്നു, അഭിനയിക്കുന്നു, റീൽസ് എടുക്കുന്നു, ബിസിനസ് നടത്തുന്നു, മോട്ടിവേഷൻ ക്ലാസുകൾ നടത്തുന്നു, ഉയരങ്ങൾ താണ്ടുന്നു, ബിസിനസ്സുകൾ നടത്തി സാമ്പത്തിക മേൽക്കോയ്മ അവർ നേടുന്നു. അവരെ തർക്കിക്കുന്നു അവരുടെ നിലനിൽപ്പിനു വേണ്ടി. അങ്ങനെ സൂംബ ഡാൻസിൽ നിങ്ങൾ ബേജാറാകുന്നു, അവർക്കത് പ്രശ്നമല്ല. യാഥാസ്ഥിക മതസംഘടനകളിൽ അംഗങ്ങളോ പ്രവർത്തകരോ ആയ വളരെ കുറഞ്ഞ ഒരു പക്ഷം ആളുകൾ മാത്രം, ഒരിറച്ചി കഷ്ണം കിട്ടിയാൽ ആര് കടിച്ചു വലിക്കണം എന്ന് ബഹളമുണ്ടാക്കുന്ന ആളുകൾ, നബിദിനത്തിന് പോത്തു ബിരിയാണി വേണമെന്ന് പറയുന്ന ആളുകൾ, ചിക്കൻ ബിരിയാണി മതി എന്ന് പറയുന്നവരുടെ തല തല്ലി പൊളിക്കുന്ന ആളുകൾ, ഇവരൊക്കെ കേരളത്തിലെ മുസ്ലിങ്ങളാണ് എന്നാണോ നിങ്ങൾ? മുസ്ലിങ്ങളുടെ മൊത്ത കുത്തക അവരുടെ കയ്യിലാണ് എന്ന് ആരും ധരിച്ചിട്ടില്ല. നിങ്ങളുടെ കരച്ചിലും വെപ്രാളവും കേരളത്തിലെ മഹാഭൂരിപക്ഷ മുസ്ലിങ്ങളെയും ബാധിക്കുന്നില്ല എന്നതൊന്ന് തിരിച്ചറിയുക. ചെറുപ്പക്കാരത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവരതേക്കുറിച്ച് അഭിപ്രായം പറയാത്തത് കൊണ്ടല്ല, ഇല്ലാത്തത് കൊണ്ടല്ല, പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായിട്ടാ തന്തവൈബ് എന്ന് അവരിതിനെ കുറിച്ച് പറയുന്നത്. അവരവരുടെ ജീവിതം സുന്ദരമായി ആസ്വദിക്കുന്നു, ജീവിക്കുന്നു. യൂട്യൂബ് വാചകമടിക്കാരുടെ കോമഡികൾക്ക് അവർ സമയം കളയാറില്ല. നമ്മുടെയൊക്കെ ലൈവുകളിൽ വന്നിട്ട് അവർ പറയുന്നു, ഈ വഷളന്മാർ എന്തുവാ ടീച്ചറെ ഈ പറയുന്നത്, നിങ്ങൾ അവരെ പൊളിച്ചടുക്ക്, നമ്മൾ പൂർണ്ണ പിന്തുണ, ഇതൊക്കെ അവർ പറയുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ഒക്കെ ഇവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പ്രതിലോമ പ്രഹസനങ്ങള്, ഈ പിന്തിരിപ്പന്മാരുടെ ഇത്തരം അറുബോറൻ അഭിപ്രായങ്ങള് ആരാ കാര്യമാക്കുന്നത്? ഭർത്താവ് മരിച്ചൊരു വല്ലുമ്മ മൂലയ്ക്ക് പോയിരുന്ന് ദിക്റും സ്വലാത്തും പറയണമെന്ന് പറയുന്നത് ഇന്നത്തെ യുവതലമുറ അംഗീകരിക്കുന്നു എന്നാണോ? കേരള മുസ്ലിങ്ങൾ ഇവരെ അലോസരങ്ങളായിട്ടുള്ള അലവലാദികളായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത്.
വക്കീലന്മാർ അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഡോക്ടറായിട്ടും എഞ്ചിനീയറായിട്ടും കളക്ടറായിട്ടും പ്രൊഫഷണൽ ട്രെയിനേഴ്സ് ആയിട്ടും കാര്യമില്ല. തലയ്ക്കകത്തുള്ളത് മതമാണെങ്കിൽ അവരെ അത് തന്നെ നിയന്ത്രിക്കും. എതിരെയുള്ള പോരാട്ടമാണ് ഈ പിന്തിരിപ്പന്മാർ നടത്തുന്നത്. ഇതിനെതിരെ പോരാടുക എന്നുള്ളത് കേരള സമൂഹം മുഴുവനും ഈ ഗവൺമെന്റ് കൂടെയുണ്ട്. വി.ഡി. സതീശൻ ഏതാണ് നിങ്ങളെ എല്ലാ കാര്യത്തിലും നിങ്ങൾ സ്ത്രീ പുരുഷ സമത്വത്തിനെതിരാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം മനസ്സിലാക്കാൻ നിങ്ങൾ സ്ത്രീ സമത്വത്തിനെതിരാണ്. ഈ വിഷയം തന്നെയാണ് ഇവിടെ സംസാരിക്കുന്നത്. വിഷയവുമായിട്ട് ബന്ധമില്ലെന്നോ, ആണും പെണ്ണും ഇടകലരുന്നു, അല്പവസ്ത്രം. ഇത് 6 പീരീഡ് വരെ കുട്ടികൾ യൂണിഫോം ധരിച്ചിട്ട് 7ാമത്തെ പീരീഡ് യൂണിഫോം ഊരി വെച്ചിട്ട് ബിക്കിനി ഇട്ട് ഡാൻസ് കളിക്കുന്നു എന്നാണോ ഈ മലരന്മാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങൾ നിങ്ങൾ അതൊന്നല്ല പറയേണ്ടത്. അദ്ദേഹത്തിന്റെ നിക്കാഹിന്റെ കാര്യമാണ് പറഞ്ഞത്. ഏതോ നിക്കാഹിന്റെ അത് പറയാനുള്ള അവകാശം ഷുക്കൂറിനാണുള്ളത്. ശ്രീ അബ്ദുള്ള ബാസിലിനല്ല. വിഷയം ഇവിടെ അദ്ദേഹത്തിന് വിഷയം എന്താണ് അതിലേക്ക് എത്തിച്ചത്? ഈ ആണും പെണ്ണും ഇടകലരുമ്പോൾ നിങ്ങൾക്ക് കുരുക്കൾ പൊട്ടുന്നു പറയുമ്പോൾ എല്ലാ വിഷയത്തെക്കുറിച്ചും പറഞ്ഞാൽ തന്നെയല്ലേ ശ്രോതാക്കൾക്ക് മനസ്സിലാകത്തുള്ളൂ. നിങ്ങളുടെ ഈ പിന്തിരിപ്പൻ നയങ്ങളെ സംബന്ധിച്ച് ഇതുവരെ നിങ്ങളെ എതിർത്തിട്ടുള്ള ആളുകൾ പോലും ഇപ്പോഴും ശക്തമായ രൂപത്തിൽ എതിർക്കുന്നു. പക്ഷേ പിന്തുണച്ചിട്ടുള്ള ആളുകൾ പോലും ഇപ്പോൾ എതിർത്തിരങ്ങുന്നുണ്ട്. നിങ്ങളുടെ ബുദ്ധി എന്താ? ശരി, എന്നാൽ സൂര്യപ്രകാശത്തിൽ നിന്നും വരുന്ന ഹോർമോൺ ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ താത്താമാര് പറയുന്നത് വെളിച്ചെണ്ണയാണ് എന്ന്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. സൂര്യപ്രകാശത്തിൽ കിട്ടുന്ന വിറ്റാമിനുകൾ അറിയാം. വെളിച്ചെണ്ണ, ചെറിയുള്ളി 2 കിലോ 100, ബീൻസ് 2 കിലോ 100, ബീൻസ് 2 കിലോ 100, വെണ്ടക്ക 3 കിലോ 100, വെണ്ടക്ക 3 കിലോ 100, സൺഫ്ലവർ ബീറ്റ്റൂട്ട് 3 കിലോ 100. എങ്ങനെയുണ്ട് കേട്ടോ? ഒന്നും കൂടെ. സൂര്യപ്രകാശത്തിൽ കിട്ടുന്ന വിറ്റാമിനുകൾ അറിയാം. വെളിച്ചെണ്ണ, ചെറിയുള്ളി 2 കിലോ 100, വെളിച്ചെണ്ണ. ഇതാണ് ഇവർ ഈ സമൂഹത്തെ ഒരു രൂപത്തിലും നവീകരിക്കാനോ അവരുടെ തലയ്ക്കകത്ത് വെളിവുണ്ടാക്കാനോ സമ്മതിക്കില്ല എന്ന് ഇവർ നിർബന്ധപൂർവം ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന നമ്മുടെ മൊട്ട അരുണുണ്ട്. നോക്കിക്കോ. പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പരിപാടി അല്ല സുംബ. നിങ്ങൾ കണ്ട വീഡിയോ അല്ല സുംബ. നിങ്ങൾ കണ്ട ദൃശ്യങ്ങളല്ല സുംബ. നിങ്ങൾ ആഗ്രഹിച്ചതോ നിങ്ങൾ ഉണ്ടാവരുതെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളേ അല്ല സുംബ. അങ്ങനെയുള്ള കാര്യങ്ങളേ അല്ല ഈ സൂംബയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതൊരു കാർഡിയോ വാസ്കുലർ എക്സസൈസ് ആണ്. ആ എക്സസൈസ് ഏകദേശം 2 ലക്ഷത്തോളം ഇടങ്ങളിൽ, ഏകദേശം 195 രാജ്യങ്ങളിൽ, 189ഓളം രാജ്യങ്ങളിൽ ഇപ്പോഴും വളരെ കൃത്യമായി നടപ്പാക്കുന്ന ഒന്നാണ്. അത് കുഞ്ഞുങ്ങൾക്ക് അല്പം സന്തോഷം കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ആ സന്തോഷം തല്ലിക്കെടുത്തരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആദ്യമായിട്ടാണ് കേട്ടോ മര്യാദയ്ക്ക് ഒരു കാര്യം പറഞ്ഞത് കേട്ടത്. അതല്ലെങ്കിൽ കടിച്ചു പറിക്കലും എന്തെങ്കിലുമൊക്കെ വിടുവായത്തരങ്ങളൊക്കെ പറയലായിരുന്നു. ഇദ്ദേഹം ഖുർആൻ എന്തോ വലിയ സംഭവമാണ്, മാനവികതയുടെ പ്രതിരൂപമാണ് എന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ലാതിരുന്ന ആളുകൾ ഇത് പറയുമ്പോൾ കുഴപ്പമുണ്ടാക്കുമോ എന്ന് കണ്ടറിയണം. മറ്റൊരു പ്രതികരണം. ഊരി മാറ്റി അല്പവസ്ത്രമൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ കൊടുത്ത് അതിട്ടുകൊണ്ട് ഇവർ തുള്ളുന്നു എന്നാണ് ഈ പണ്ഡിതർ മനസ്സിലാക്കിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആദ്യത്തെ ഒരു 7 പീരീഡ് കഴിഞ്ഞതിന് ശേഷം 8ാമത്തെ പീരീഡിലാണല്ലോ സൂംബ ഡാൻസ് പരിശീലിപ്പിക്കുന്നത്. അപ്പോൾ ആ 7 പീരീഡിലിട്ട യൂണിഫോം ഒക്കെ ഊരി മാറ്റി അല്പവസ്ത്രമൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ കൊടുത്ത് അതിട്ടുകൊണ്ട് ഇവർ തുള്ളുന്നു എന്നാണ് ഈ പണ്ഡിതർ മനസ്സിലാക്കിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ സൂം എന്താണെന്ന് അറിയില്ല. ഒന്നാമത്തെ കാര്യം, അവർ പോയി കണ്ടത് സാമ്പാ നൃത്തമാകാനുള്ള സാധ്യതയുണ്ട്. സ്പെല്ലിംഗ് അടിച്ചു കൊടുത്തപ്പോൾ തെറ്റിപ്പോയതായിരിക്കും. സൂംബയും സാമ്പയും ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. പിന്നെ ഇവരെയൊക്കെ പേടിച്ച് പിന്നോട്ട് പോകാനാണെങ്കിൽ ഇത്തരം ഐഡിയയുമായിട്ട് ദയവ് ചെയ്ത് പിണറായി വിജയൻ വരരുത്. ഇവര് പറയുന്നത് ഇപ്പൊ വി.ഡി. സതീശൻ പറയുന്നത് കേട്ടില്ലേ? അങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അവരോടും കൂടി ആലോചിക്കണമെന്ന്. ഒരു രാജ്യത്ത് ഒരു പൊതു നിയമം നടപ്പാക്കുമ്പോൾ ഒരു സംസ്ഥാനം നവോത്ഥാനത്തിന്റെ പാതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കുട്ടികൾക്കൊരു കായിക വിനോദം നടപ്പാക്കുമ്പോൾ അതും മതമേലധ്യക്ഷന്മാരോട് ആലോചിച്ചിട്ട് വേണം എന്ന് പറയുന്നതിനേക്കാൾ വലിയ വിവരക്കേട് വേറെ ഉണ്ടാകില്ല. നന്ദി.